പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 5-ാം തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ഏതൊരു എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് സ്റ്റേറ്റ് വിൽ ഓപ്പൺ ഇറ്റ്സ് ഫസ്റ്റ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ഓൺ 5th February 2021? ഏത് സംസ്ഥാനമാണ് 2021 ഫെബ്രുവരി 5-ന് ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് തുറക്കുന്നത്? കേരള. 2021 ഫെബ്രുവരി 5-ാം തീയതി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് ആരംഭിക്കുമെന്ന് കേരള ഹെൽത്ത് മിനിസ്റ്റർ KK ശൈലജ പ്രഖ്യാപിച്ചു. ഹൗ മെനി ഡിഫൻസ് equipments have been approved by the government to export as part of increasing arms export to friendly countries? സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കയറ്റുമതി ചെയ്യുന്നതിന് എത്ര പ്രതിരോധ ഉപകരണങ്ങൾ സർക്കാർ അംഗീകരിച്ചു? 156 ഡിഫൻസ് equipments. 156 ഡിഫൻസ് equipments ആണ് 2021 ഫെബ്രുവരി 4-ാം തീയതി ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജാസ്, ആർട്ടിലറി ഗൺസ്, എക്സ്പ്ലോസീവ് ടാങ്ക്സ്, മിസൈൽസ്, ആൻറ്റി ടാങ്ക് മൈൻസ് എന്നിവ ഉൾപ്പെടും. ഇതിൻ്റെ ലിസ്റ്റ് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ആണ് പുറത്തിറക്കിയത്. Which Indian medical institute has launched India's first amputee clinic? ഇന്ത്യയിലെ ആദ്യത്തെ ആംപ്യൂട്ടി ക്ലിനിക് ആരംഭിച്ച ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? PGIMER ചണ്ഡീഗഡ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആംപ്യൂട്ടി ക്ലിനിക് ആരംഭിച്ചത്. ഇത് പ്രകാരം കൈ കാലുകൾ വിച്ഛേദിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എല്ലാ സർവീസുകളും ഒരേ സ്ഥലത്ത് ഒരേ കുടക്കീഴിൽ നൽകാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഹൗ മെനി പ്ലേസസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ NCPCR ടു എൻഷുർ സീറോ ടോളറൻസ് ടുവേഴ്സ് ചൈൽഡ് ലേബർ ബെഗ്ഗിംഗ്? ഭിക്ഷാടനം, ബാലവേലയുടെ സഹിഷ്ണുത ഉറപ്പാക്കാൻ NCPCR എത്ര സ്ഥലങ്ങൾ കണ്ടെത്തി? 50 റിലീജിയസ് പ്ലേസ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് 50ഓളം സ്ഥലങ്ങൾ കണ്ടെത്തി. ഇതിൽ താജ്മഹൽ, അയോധ്യയിലെ ശ്രീ രാമ ജന്മഭൂമി എന്നിവ ഉൾപ്പെടും. ഇത് പ്രകാരം ഈ സ്ഥലങ്ങളിൽ ബാലവേല യാചന ചെയ്യുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പൂർണ്ണമായിട്ടും നിയമ നടപടികൾ എടുക്കുന്നതായിരിക്കും. ഹൗ മെനി ക്ലാസിഫിക്കേഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ടു ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ദി ഉഡാൻ സ്കീം ബേസ്ഡ് ഓൺ സീറ്റിംഗ് കപ്പാസിറ്റി? ഇരിപ്പിടശേഷിയെ അടിസ്ഥാനമാക്കി ഉഡാൻ പദ്ധതിയുടെ ആവശ്യത്തിനായി നിശ്ചിത ചിറകുള്ള വിമാനങ്ങളിൽ എത്ര തരംതിരിവുകൾ നടത്തി? 4. ഉഡാൻ ഉദേ ദേശ് കാ ആം നാഗരിക് പ്രകാരം സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറീസ് ആണ് ആക്കിയിട്ടുള്ളത്. ഇതിൽ കാറ്റഗറി 1A, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. കാറ്റഗറി 1A പ്രകാരം 9 പാസഞ്ചേഴ്സ് താഴെയുള്ളവർക്ക് ഒരു കാറ്റഗറിയും, 9 മുതൽ 20 പാസഞ്ചേഴ്സിന് കാറ്റഗറി 1, 21 മുതൽ 80 പാസഞ്ചേഴ്സിന് കാറ്റഗറി 2ഉം, 80-ന് മുകളിൽ ഉള്ള പാസഞ്ചേഴ്സിന് കാറ്റഗറി 3 എന്ന 4 കാറ്റഗറിയിലേക്കാണ് ഉഡാൻ സ്കീം ഇപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺലി ഡയഗ്നോസ്ഡ് ക്യാൻസർ ഇൻ ദി വേൾഡ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ദി ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ? ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസർ ഏതാണ്? ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ. ലോകത്ത് 2020-ൽ 19.3 മില്യൺ പുതിയ ക്യാൻസേഴ്സ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് 2.3 മില്യൺ, അതായത് 12% ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ലങ് ക്യാൻസർ ആയിരുന്നു ഏറ്റവും മുന്നിൽ. ഇതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ എത്തിയിട്ടുള്ളത്. ലങ് ക്യാൻസർ റിപ്പോർട്ട് പ്രകാരം 11% മാത്രമേ ഉള്ളൂ. ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഗ്ലോബൽ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് 2020.
ഹു ഹാസ് ബീൻ റീഇലക്റ്റഡ് ആസ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി ആരാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്? അജയ് സിംഗ്. അജയ് സിംഗ് ആണ് വീണ്ടും ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹം മുൻ മഹാരാഷ്ട്ര സ്പോർട്സ് മിനിസ്റ്റർ ആശിഷ് ഷെലാറിന് എതിരെയുള്ള വോട്ടെടുപ്പിൽ ആണ് വിജയിച്ചത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.